പോയിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇതെന്താ പെട്ടെന്ന്? ശർമിളയുടെ ശബ്ദം വിറച്ചു. അപ്പുറത്ത് സംസാരമൊന്നുമില്ല. അവനെന്താ പറഞ്ഞത്? ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ്റെ അമ്മ ചോദിച്ചു. നാളെ വരുന്നുണ്ടെന്ന്. ഇതെന്താ ഇത്ര പെട്ടെന്ന്? അറിയില്ല, എയർപോർട്ടിൽ നിന്നാ വിളിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റിൽ കയറും. ഇനി ജോലി വിട്ടിട്ടാണോ വരുന്നത്? ഇപ്പോഴേ വിട്ടാൽ എങ്ങനെയാ? നിങ്ങൾക്കൊരു വീട് വെക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞതാ ഞാൻ അവനോട്. അമ്മ ഓരോന്ന് പദം പറയാനും പരിഭവിക്കാനും തുടങ്ങി. ശർമിളയ്ക്ക് അടുക്കളയിൽ നിൽപ്പുറയ്ക്കാതെയായി. 16 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. 22 വർഷമായി രവിയേട്ടൻ റിയാദിലാണ്. കടം കയറി കിടക്കുന്ന വീട് ഒരു കരയ്ക്കടുപ്പിച്ചു. അനിയനെ പഠിപ്പിച്ചു. പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിതു. അച്ഛന് സുഖമില്ലാതെ കിടപ്പിലായിട്ട് 7-8 വർഷത്തോളം ചികിത്സ നീണ്ടുപോയി. പിന്നീടാണ് മരണപ്പെട്ടത്. വിവാഹിതയായിപ്പോയ സഹോദരിക്കും സഹായങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷെ ആർക്കും തൃപ്തിയില്ല. രവിയേട്ടൻ്റെ കയ്യിലൊന്നും തന്നെ ബാക്കിയില്ല. ഈ വീട് കുടുംബ വീടായി കരുതി അനിയന് കൊടുക്കാനാണ് അമ്മയുടെ തീരുമാനം. വീണ്ടും വീട് വെക്കാനാണ് എല്ലാവരും ഉപദേശിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് കേട്ട് തളർന്നിരുന്ന രവിയേട്ടൻ്റെ മുഖത്ത് വിരിഞ്ഞ നിസ്സഹായത തന്നെ തളർത്തി കളഞ്ഞിരുന്നു. പക്ഷെ അതിനേക്കാളേറെ ശർമിളയെ ആകുലപ്പെടുത്തിയത് ഫോൺ വിളിച്ചപ്പോഴുള്ള അയാളുടെ കനത്ത മൗനമാണ്. പലതിനും മുക്കിയും മൂളിയുമാണ് ഉത്തരം പറഞ്ഞത്. വല്ല അസുഖവും ഉണ്ടോ? തന്നോട് പറയാഞ്ഞതാണോ? ഇനി തന്നെക്കുറിച്ച് ആരെങ്കിലും വല്ല വേണ്ടാതീനവും പറഞ്ഞു കൊടുത്തോ ആവോ? ശർമിളയുടെ ചിന്തകൾ ആ വഴിക്ക് പോയി. നാട്ടിൽ തന്നെയുള്ള ഒരു പരിചയക്കാരൻ പപ്പേട്ടൻ കുറച്ചായി കാണുമ്പോൾ വഷളത്തരത്തോടെ ചിരിക്കുന്നു. മുമ്പ് വന്നപ്പോൾ രവിയേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു. അമ്മയാണ് അത് മുടക്കിയത്. അവനെന്തിനാ കാശ്? അവൻ്റെ മകന് വരെ ഉദ്യോഗമായി. അമ്മ തടസ്സം പറഞ്ഞു. അതിനുശേഷം തന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത പെരുമാറ്റമാണ് അയാൾക്ക്. ഈയിടെ ആരുമില്ലാത്ത നേരം അയാൾ പെട്ടെന്ന് കയറി വന്നു. അമ്മ സഹോദരിയുടെ വീട്ടിൽ പോകുന്നത് കണ്ടിട്ടായിരിക്കണം അയാൾ കള്ളനെ പോലെ പതുങ്ങി വന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വല്ലതും കഴിക്കാൻ കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു താൻ. ചിന്തകൾ അത്രത്തോളം എത്തിയപ്പോഴേക്കും ശർമിള ആകെ വെട്ടി വിയർത്തു. കുട്ടികളുടെ ആഹാരം കഴിച്ച പ്ലേറ്റുകൾ അടുക്കിയെടുത്ത് വർക്ക് ഏരിയയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. സ്വന്തം വീട്ടിലും അങ്ങോട്ട് സഹായിക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് യാതൊന്നും തന്നെ കിട്ടാനില്ല. ജോലി വിട്ടിട്ടാണ് രവിയേട്ടൻ വരുന്നതെങ്കിൽ അവരുടെ പ്രതികരണവും ദുസ്സഹമായിരിക്കും. രാത്രി കിടന്നിട്ട് അവൾക്കുറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് ജനാല തുറന്നിട്ടു. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. തണുത്ത കാറ്റു വീശുന്നു. മാളു ഉറങ്ങുന്നത് നോക്കി ശർമിള അങ്ങനെ നിന്നു. പണ്ടൊക്കെ രവിയേട്ടൻ ലീവിന് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ എന്തൊരു ആഹ്ലാദമായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ശർമിളയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും വേദനിപ്പിച്ചാലും അതൊക്കെ രവിയേട്ടൻ്റെ മുഖം കാണുമ്പോൾ മറന്നുപോകും. 1.5 വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് എന്ന് ചിന്തിക്കും. അച്ഛൻ വരുന്നു എന്ന് കേട്ടാൽ കുട്ടികളും വലിയ ആഹ്ലാദ തിമിർപ്പിലായിരിക്കും. ഇന്നെന്തോ അമ്മയുടെ മുഖം മ്ലാനമായത് കണ്ടുകൊണ്ടായിരിക്കണം അവരുടെ മുഖത്തും വലിയ തെളിച്ചമൊന്നും കണ്ടില്ല. പോരാത്തതിന് അച്ഛമ്മയുടെ പരാതിയും പരിഭവവും ഒക്കെ അവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മാളു 10ലും അക്കു 8ലും എത്തിയല്ലോ. രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടുന്നതൊക്കെ തയ്യാറാക്കുന്ന തിരക്കിനിടയിലാണ് സഹോദരിയും ഭർത്താവും മക്കളും കയറി വന്നത്. ഇതെന്താ, ഇവർക്കിന്ന് സ്കൂളില്ലേ? ശർമിള ചോദിച്ചു. അവരുടെ ആരുടെയും മുഖത്ത് വലിയ തെളിച്ചമൊന്നും കണ്ടില്ല. ഇന്നിവിടെ എത്തിക്കൊള്ളണം എന്നല്ലേ ഓർഡർ? ആരുടെ? ശർമിളയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നിന്നെ രവി വിളിച്ചിരുന്നോ? അമ്മ ചോദിക്കുന്നത് കേട്ടു. അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. രവിയേട്ടൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ന് വരുന്ന കാര്യം. സാധാരണ ഇങ്ങനെയൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്തു പറ്റിയെന്ന ആകുലതയോടെ ശർമിള വീണ്ടും അടുക്കളയിൽ കയറി. കുട്ടികൾ കുളിക്കുകയും യൂണിഫോം ധരിക്കുകയും പോകാനൊരുങ്ങുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് അമ്മാവനും അമ്മായിയും ഇളയമ്മയും ഒക്കെ കയറി വന്നത്. ഇതെന്താ പതിവില്ലാതെ എല്ലാവരും കൂടി? വീണ്ടും ശർമിളയ്ക്ക് ആദ്യമായി. രവി എത്ര മണിക്ക് എത്തുക എന്ന് ചോദിച്ചുകൊണ്ട് അയൽവക്കത്തു നിന്ന് ശ്രീധരേട്ടനും കൂടി കയറി വന്നതോടുകൂടിയിട്ട് ശർമിളയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. ഇന്നിവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്ന് അവൾക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കി. കുട്ടികളുടെ മുഖത്ത് ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകണോ എന്നൊരു ചോദ്യം അമ്മയുടെ നേർക്കുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവരുടെ മുഖത്ത് നോക്കാനാവാതെ അവൾ വേഗം കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആഹാരമൊക്കെ പാത്രത്തിലാക്കി എടുത്ത് ബാഗിൽ വെച്ചു. തന്നെ വിചാരണ ചെയ്യാനാണ് രവിയേട്ടൻ വരുന്നതെങ്കിൽ തൻ്റെ മക്കൾ അതൊന്നും അറിയാതിരിക്കുന്നതും കാണാതിരിക്കുന്നതുമാണ് നല്ലത്. ശർമിള അങ്ങനെ ചിന്തിച്ചു. ഇവരെല്ലാവരും തൻ്റെ മേൽ ചാടി വീഴും. തൻ്റെ മക്കൾ അതൊക്കെ കണ്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞു എന്ന് വരും. അത് വേണ്ട, അവർ സ്കൂളിൽ പോയിക്കോട്ടെ, അവൾ തീരുമാനിച്ചു.
വന്നവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാതെ നീ ഇതെന്തോർത്ത് നിൽക്കുവാ? അമ്മയുടെ ശബ്ദം ഉയർന്നു. താനൊന്ന് കുളിച്ചതുപോലുമില്ലല്ലോ. അവൾക്ക് ഇനി ഒന്നിനും സമയമില്ല എന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ശർമിള വന്നവർക്കൊക്കെ പ്രാതലൊരുക്കാൻ തുടങ്ങി. രവിയേട്ടൻ വന്നയുടനെ തന്നോട് ദേഷ്യപ്പെടും, ഒരുങ്ങി നിൽക്കാത്തതുകൊണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് പറയാനും പറ്റില്ല. അമ്മ വന്നവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പപ്പേട്ടൻ കയറി വരുന്നത് കണ്ടത്. അതോടെ ശർമിളയുടെ കാലിനടിയിൽ നിന്നും ഒരു പെരുപ്പ് ദേഹത്തിലേക്ക് കയറി വന്നു. താൻ തളർന്ന് നിലത്ത് വീണു പോകുമെന്ന് അവൾക്ക് തോന്നി. അയാൾക്ക് മുഖം കൊടുക്കാതിരിക്കാൻ ശർമിള ഇറയത്തേക്ക് പോകാതിരുന്നു. കുട്ടികളുടെ കയ്യിൽ ചായയും പലഹാരവും ഒക്കെ വന്നവർക്കൊക്കെ കൊടുത്തയച്ചു. കുറച്ചുപേർ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു. മറ്റുള്ളവർ ഇറയത്താണുള്ളത്. എല്ലാവരുടെ മുഖത്തും ഒരു നീരസം പടർന്നിരിക്കുന്നു. എല്ലാവരും എന്തൊക്കെയോ അടഞ്ഞ ശബ്ദത്തിൽ കുശുകുശുക്കുന്നുണ്ട്. സമയം നോക്കുമ്പോൾ ശർമിളയ്ക്ക് പിന്നെയും വേവലാതിയായി. രവിയേട്ടൻ എത്താറായിരിക്കുന്നു. പെട്ടെന്ന് ശർമിളയ്ക്ക് തോന്നി, ഒന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി വരാം. രവിയേട്ടൻ വരുന്ന ദിവസങ്ങളിലൊക്കെ തൻ്റെ ശീലം അതാണ്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ എന്താണ് തന്നെക്കൊണ്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കട്ടെ. ഇനി അഥവാ രവിയേട്ടൻ വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിലും എല്ലാവരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടാകുമല്ലോ. അവർ തമ്മിലൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചെത്താം. ശർമിള കുളിച്ചൊരുങ്ങി. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വേഗം അമ്പലത്തിലേക്ക് നടന്നു. അവൻ വരാറാകുമ്പോൾ നീ ഇത് എവിടെ പോകുവാ? അമ്മയുടെ പിറുപിറുക്കൽ പിറകിൽ നിന്നും കേട്ടിട്ടും ശർമിള തിരിഞ്ഞു നോക്കിയില്ല. ക്ഷേത്രത്തിൽ പോയി നന്നായെന്ന് പ്രാർത്ഥിച്ചു. മനമുരുക്കി കരഞ്ഞു. മനസ്സിലെ സങ്കടങ്ങളൊക്കെ തീർന്നപ്പോൾ അവൾ തിരിഞ്ഞു നടന്നു. കുളക്കരയിലൂടെ നടന്നപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിക്കാരൻ കയറി പോകുന്നു. മറ്റാരും അടുത്തില്ല. എടുത്തു ചാടിയാലോ? ഒരു നിമിഷം അവൾ ചിന്തിച്ചു. തൻ്റെ മക്കളുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവളുടെ കാലുകൾ മുന്നോട്ടേക്ക് തന്നെ നടന്നു. തൻ്റെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ ജീവിക്കും? അതിന് തനിക്കൊരു വീടുണ്ടോ? അവിടെയും താൻ അന്യാണല്ലോ. രവിയേട്ടൻ തന്നെ ഇന്ന് അവിടെ നിന്നും ഇറക്കിവിടാൻ സാധ്യതയുണ്ടോ? ജീവിതം വഴിമുട്ടിയതുപോലെ ശർമിളയ്ക്ക് തോന്നി. വീട്ടിലേക്ക് പോകും തോറും അവളുടെ കാലുകൾക്ക് സ്പീഡ് കുറഞ്ഞു വന്നു. മുറ്റത്ത് തന്നെ പപ്പേട്ടൻ നിൽക്കുന്നുണ്ടാവും. അയാളുടെ വഷളത്വം നിറഞ്ഞ ചിരിയും നോട്ടവും കാണാൻ വയ്യ. പെട്ടെന്നാണ് രവിയേട്ടൻ്റെ കാർ വന്നു നിന്നത്. ഗേറ്റിൽ നിന്ന് തന്നെ അവളെ അയാൾ കണ്ടു. പാവം, വാടിത്തളർന്നു നിൽക്കുകയാണ്. മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. അവൾ അത്രയേറെ ആകാംക്ഷയിലും പരിഭ്രമത്തിലുമാണ്. തൻ്റെ പെട്ടെന്നുള്ള വരവാണ് ആ വിഷമത്തിന് കാരണമെന്ന് അയാൾക്കറിയാം. പക്ഷെ അയാൾ തൽക്കാലത്തേക്ക് ഗൗരവം നടിച്ചു. അകത്തേക്ക് കയറിക്കൊണ്ട് അയാൾ എല്ലാവരോടും കുശലാന്വേഷണം നടത്തി. രാവിലെ വന്നപ്പോൾ മുഖം കറുപ്പിച്ചു നിന്ന ബന്ധുക്കളൊക്കെ അയാളോട് വളരെ പ്രസാദാത്മകമായി തന്നെ പെരുമാറി. എന്തിനാണ് എല്ലാവരോടും ഇത്ര അത്യാവശ്യമായിട്ട് വരാൻ നീ പറഞ്ഞത്? അമ്മയാണ് തുടക്കമിട്ടത്. പറയാമെന്ന് പറഞ്ഞ് രവി അകത്തേക്ക് പോയി കുളിച്ചൊരുങ്ങി വന്നു. അപ്പോഴേക്കും ശർമിള ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ചായ ഒരു കവിൾ കുടിച്ച് കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് രവി സോഫയിലേക്കിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2-3 CCTV ക്യാമറ വാങ്ങി ഇവിടേക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് പോയത്. എല്ലാ പ്രാവശ്യവും വന്നാൽ നിങ്ങൾക്ക് ശർമിളയെക്കുറിച്ച് ഒരുപാട് ആവലാതികളും കുറ്റങ്ങളും പറയാൻ കാണും. ഇതൊക്കെ സത്യമാണ് എന്നായിരുന്നു ഇതുവരെയും എൻ്റെ ധാരണ. എങ്കിലും ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെന്ന് എനിക്ക് തോന്നി. ആധുനിക കാലഘട്ടത്ത് എന്തൊക്കെയോ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനെന്തിനാണ് അവയൊക്കെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് എന്ന് എനിക്കും തോന്നി. അവിടെയുള്ള കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇത്തരം സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈലിൽ കാണാൻ കഴിയും. അങ്ങനെ 6 മാസമായി ഞാൻ എല്ലാം കാണുകയായിരുന്നു. പെട്ടെന്നാണ് എല്ലാവരുടെയും മുഖം മ്ലാനമായത്. പപ്പേട്ടൻ്റെ മുഖം കുനിഞ്ഞു. അയാൾ പെട്ടെന്ന് പിറകിലേക്ക് മാറി നിന്നു. പെട്ടെന്ന് ഒരടി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ശർമിളയ്ക്ക് തോന്നി. രവിയേട്ടൻ അങ്ങനെ ക്ഷോഭിച്ച് അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 6 മാസമായി ഇവിടെ പലതും നടന്നിട്ടുണ്ട്. എല്ലാം തനിക്ക് നേരെ നടന്ന അതിക്രമങ്ങളായിരുന്നു. എല്ലാം രവിയേട്ടൻ കണ്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശർമിളയുടെ നെഞ്ചിനകത്ത് ഒരു തണുപ്പ് വീണു. അവൾ ദീർഘനിശ്വാസം കഴിച്ചു. രവി എഴുന്നേറ്റ് അവളുടെ നേർക്ക് നടന്നു വന്നു. എല്ലാവരും നോക്കി നിൽക്കെ അവൾ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദമെടുത്ത് ആ ഹരിചന്ദനം അവളുടെ നെറ്റിയിൽ തൊട്ടു. ഒപ്പം അയാളും അത് നെറ്റിയിൽ ചാർത്തി. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. ഇവളിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവളെൻ്റെ ഭാഗ്യദേവതയാണ്. ഇത്രയേറെ പ്രയാസങ്ങൾ ഇവിടെ നിന്നും നേരിട്ടിട്ടും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എല്ലാം സഹിച്ച് ജീവിച്ച് തീർക്കുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു ആത്മനിന്ദ തോന്നി. അതുകൊണ്ടാണ് ഞാൻ മതിയാക്കി പോകുന്നത്. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാം. നാട്ടിൽ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാനിനി മടങ്ങിപ്പോകുന്നില്ല. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക്
തനിക്കെതിരെ അണിനിരുന്ന ഓരോ പ്രതികളും തല താഴ്ത്തി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ശർമ്മളയ്ക്കുള്ളിൽ ചിരി പൊട്ടി. ആദ്യം ധൃതിയിൽ ഗേറ്റ് കടന്നത് പപ്പേട്ടനായിരുന്നു. പക്ഷേ അയാളുടെ കവിളത്ത് ഒരടി പൊട്ടണമായിരുന്നു എന്നും അവൾക്ക് തോന്നി. രവി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു, അന്ന് അയാളുടെ കരണത്ത് താൻ തന്നെ ഒന്ന് പൊട്ടിച്ചതാണല്ലോ, അത് മതി. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.